ഹലോ. ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ തലയ്ക്കുള്ളിലെ എപ്പോഴും നടക്കുന്ന ചില തർക്കങ്ങളില്ലേ, ആന്തരിക തർക്കങ്ങളുടെ ഘടന, അഥവാ നമ്മളോട് തന്നെ സംസാരിക്കുന്നതിന് പിന്നിലെ ആ കിടിലൻ മനഃശാസ്ത്രമാണ് നമ്മളിന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങളോട് തന്നെ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. സത്യം പറയണം, ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം സംസാരിക്കാൻ പോകുന്നതിന് മുൻപായി റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നിങ്ങൾ മനസ്സിൽ വലിയൊരു തർക്കം തന്നെ നടത്താറുണ്ടോ? അല്ലെങ്കിൽ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും എന്നൊക്കെ സങ്കല്പിച്ച് സംസാരിക്കാറുണ്ടോ? ഷവറിന് താഴെ നിന്ന് ഇത്തരം വലിയ തർക്കങ്ങൾ മുൻകൂട്ടി നടത്തി നോക്കുന്നത് നിങ്ങളിൽ പലർക്കും വളരെ പരിചിതമായിരിക്കും, അല്ലേ? പുറത്തു പറയാൻ ചിലർക്കെങ്കിലും ചെറിയൊരു ചമ്മൽ തോന്നുന്ന കാര്യമാണിത്. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, എനിക്ക് വട്ടാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും. എന്നാൽ കേട്ടോളൂ, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇത് വെറുമൊരു ആങ്സൈറ്റിയോ ഉത്കണ്ഠയോ ഒന്നുമല്ല കേട്ടോ. സത്യത്തിൽ നിങ്ങളുടെ തലച്ചോർ വളരെ ഉഷാറായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണിത്. ഇതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഈ പ്രക്രിയ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നോക്കാം. മനഃശാസ്ത്രത്തിൽ ഇതിനൊരു പേരുണ്ട്: വെർബൽ റീസണിംഗ്, അഥവാ വാക്കുകളിലൂടെയുള്ള യുക്തിചിന്ത. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിലെ ചിന്തകളെ കൃത്യമായ വാക്കുകളാക്കി മാറ്റുന്ന ഒരു അടിപൊളി പ്രക്രിയയാണിത്. നിങ്ങൾ വെറുതെ വായുവിൽ നോക്കി സംസാരിക്കുകയല്ല, മറിച്ച് വരാൻ പോകുന്ന ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടണമെന്ന് തലച്ചോർ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണ്. ആശയങ്ങളെ നന്നായി സംഘടിപ്പിക്കാനും പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. ശരിക്കും എന്താണ് ഈ പ്രക്രിയ കൊണ്ട് നമ്മൾ നേടുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ മനസ്സിലെ സങ്കീർണമായ പല ചിന്തകളെയും ഇത് വളരെ വ്യക്തമാക്കുന്നു. ആശയങ്ങളെ കൃത്യമായി അടുക്കിവെക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ തലച്ചോറിന്റെ ഫോക്കസ് നഷ്ടപ്പെടാതെ നിലനിർത്തുന്നു. ഇതിലൊക്കെ ഉപരിയായി ഒരാളോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതിന് പകരം സാഹചര്യങ്ങളെ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും. എടുത്തുചാടി എന്തെങ്കിലും പറയുന്നതിന് പകരം തലച്ചോറിനെ ഇത് സജ്ജമാക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ വലിയൊരു കാര്യമുണ്ട്: കോഗ്നിറ്റീവ് കോംപ്ലക്സിറ്റി, അല്ലെങ്കിൽ സങ്കീർണമായ ചിന്താശേഷി. ബുദ്ധിയുള്ള ആളുകളുടെ തലച്ചോർ എപ്പോഴും ഒരു സാഹചര്യം വരുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും മുൻകൂട്ടി അനലൈസ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, അതിലെ ചെറിയ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നൊക്കെ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവാണിത്. നിങ്ങൾ ഒരു വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിൽ കണ്ട് ഒരു തർക്കത്തിന് തയ്യാറെടുക്കുന്നത് ഈ കോഗ്നിറ്റീവ് കോംപ്ലക്സിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ പുറമേ നിന്നൊരാൾക്ക് തോന്നും, അയ്യോ, ഇയാൾക്ക് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇയാൾ ഭയങ്കരമായി ഓവർതിങ്ക് ചെയ്യുകയാണല്ലോ എന്ന്. പക്ഷേ സത്യമതല്ല. നിങ്ങളുടെ തലച്ചോർ വളരെ ഹൈ ലെവലിൽ വർക്ക് ചെയ്യുകയാണ് അവിടെ. ആ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാനും വേണ്ട വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള തലച്ചോറിൻ്റെ വളരെ സ്വാഭാവികമായ ഒരുക്കമാണതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു തയ്യാറെടുപ്പിൻ്റെ ശരിക്കുമുള്ള പവർ എന്താണെന്നറിയാമോ? ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. അതുപോലെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണുന്നു. മറ്റാരും ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ തലച്ചോർ ഒപ്പിയെടുക്കും. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ വ്യക്തിയോട് യഥാർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ഇനി മൂന്നാമത്തെ ആശയത്തിലേക്ക് വരാം: കോഗ്നിറ്റീവ് റിഫ്ലക്ഷൻ. നമ്മൾ പലപ്പോഴും ഓവർ തിങ്കിങ് എന്ന് വിളിച്ച് നെഗറ്റീവായിട്ട് കാണുന്ന സാധനം സത്യത്തിൽ വളരെ പ്രൊഡക്റ്റീവായൊരു കാര്യമാണെന്നാണ് ഈ ആശയം പറയുന്നത്. അതായത്, പെട്ടെന്ന് ചാടിക്കേറി പ്രതികരിക്കുന്നതിനു പകരം കാര്യങ്ങളെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കാനും നിങ്ങളുടെ തന്നെ ആദ്യത്തെ തോന്നലുകളെ ഒന്ന് ചോദ്യം ചെയ്യാനുമുള്ള നിങ്ങളുടെ മികച്ച കഴിവാണ് ഇതിലൂടെ കാണിക്കുന്നത്. നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒരു വശത്ത് യാതൊരു നിയന്ത്രണവുമില്ലാതെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പൊട്ടിത്തെറിക്കുന്ന രീതി, മറുവശത്തോ നമ്മുടെ വികാരങ്ങളെ ഒന്ന് നിയന്ത്രിച്ച് ആദ്യത്തെ തോന്നലുകളെ ചോദ്യം ചെയ്ത് കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്ന രീതി. ഇതിലേതാണ് ബെസ്റ്റ്? സംശയമില്ല, രണ്ടാമത്തേത് തന്നെ. അപ്പോൾ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നതിന് പകരം ചിന്തിച്ച് പ്രതികരിക്കാൻ സഹായിക്കുന്ന ഈ കോഗ്നിറ്റീവ് റിഫ്ലക്ഷൻ നിങ്ങളുടെ വലിയൊരു കരുത്ത് തന്നെയാണ്, അല്ലാതെ അതൊരു കുറവല്ല. ഇതുവരെ നമ്മൾ ഈ തയ്യാറെടുപ്പുകളുടെ നല്ല വശങ്ങളാണല്ലോ കണ്ടത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: എപ്പോഴാണ് ഈ തയ്യാറെടുപ്പുകൾ നമുക്കൊരു കെണിയായി മാറുന്നത്? അതെ, ചില സമയങ്ങളിൽ ഇത്തരം സാമൂഹിക ഇടപെടലുകളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഒരു പരിധി വിട്ടുപോയാൽ പണി കിട്ടും എന്ന് ഈ പഠനങ്ങൾ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഒരാളുമായി സംസാരിക്കുന്നു. അതിനുശേഷം ആ സംഭാഷണം ഒരു സിനിമ പോലെ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും പ്ലേ ചെയ്തു നോക്കും. അയ്യോ, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇതിലും നല്ലൊരു മറുപടി എനിക്ക് കൊടുക്കാമായിരുന്നു എന്നൊക്കെ ആലോചിച്ച് കാടുകയറും. അവസാനം എന്ത് സംഭവിക്കും? ഇത് വലിയ ഉത്കണ്ഠയുണ്ടാക്കുകയും ഇനി ആരോടും സംസാരിക്കാൻ തന്നെ പേടിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഭാവിയിലേക്ക് തയ്യാറെടുക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് അതിരുവിട്ടാൽ നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് ആരോഗ്യകരമായ തയ്യാറെടുപ്പും നമ്മളെ തളർത്തുന്ന ഉത്കണ്ഠയും തമ്മിലുള്ള ആ ഒരു അതിർവരമ്പ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം.
നല്ല രീതിയിലുള്ള ഉൽപ്പാദനക്ഷമമായ തയ്യാറെടുപ്പ് എപ്പോഴും ഭാവിയെ ഫോക്കസ് ചെയ്യുന്നതാണ്. അതായത് മികച്ചൊരു മറുപടി എങ്ങനെ കൊടുക്കാമെന്നത്. അത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും. എന്നാൽ ഉത്കണ്ഠ നിറഞ്ഞ അമിതചിന്തയോ അത് കഴിഞ്ഞ കാലത്തെ ഫോക്കസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞകാല തെറ്റുകളെക്കുറിച്ചോർത്ത് വെറുതെ ടെൻഷനടിച്ച് അത് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കും. ഡിഫറൻസ് വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പാഠമുണ്ട്. വെറുതെ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് ആദ്യം നിർത്തുക. അടുത്ത തവണ ഷവറിന് താഴെ നിൽക്കുമ്പോഴോ റൂമിൽ നടക്കുമ്പോഴോ മനസ്സിലൊരു സംഭാഷണം മുൻകൂട്ടി തയ്യാറാക്കുമ്പോൾ അതിനെ ഓർത്തൊരു കുറ്റബോധവും വേണ്ട. അതൊരു തെറ്റായ കാര്യമല്ല എന്ന് നമ്മൾ ഈ പഠനങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വയ്ക്കുക. നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള ഒരാളാണ്. ശരിക്കും നിങ്ങളുടെ വലിയൊരു ശക്തി തന്നെയാണ് ഈ കഴിവ്. മനുഷ്യന്റെ ഇത്തരം പെരുമാറ്റങ്ങൾക്ക് പിന്നിലെ മറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രം മനസ്സിലാക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലേ? എന്തായാലും നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ വിശകലനം നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പറയൂ, നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക ശബ്ദങ്ങളെ ഇനി നിങ്ങൾ എങ്ങനെയായിരിക്കും കാണാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.